വണ്ടൂരിന്റെ ഷോപ്പിംഗ് ഇനി കൂടുതൽ വിശാലമാകും. നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ പുതിയ കാലത്തിന്റെ ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കാൻ ക്വാളിറ്റി സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ, വണ്ടൂർ. വണ്ടൂരിനെ പൊന്നണിയിച്ച് 2 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, CH ബൈപ്പാസ്, വണ്ടൂർ. വയനാട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി ഏപ്രിൽ 3 നാമനിർദ്ദേശ പത്രിക നൽകും. ബുധനാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് വയനാട് കളക്ടറേറ്റിലെത്തിയാണ് വരണാധികാരി മുൻപാകെ പത്രികാ സമർപ്പണം നടത്തുകയെന്ന് AICC നേതൃത്വം അറിയിച്ചതായി AP അനിൽകുമാർ MLA പറഞ്ഞു. വയനാട് മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് വയനാട് പാർലമെന്റ് മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനമാണ് KPCC പ്രസിഡന്റ് ശ്രീ MM ഹസൻ നിർവഹിച്ചത്. അതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഉണ്ടായിരുന്നു. ആ തെരഞ്ഞെടുപ്പിന്റെ ഇതുവരെ നടന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്തി ഭാവി പ്രവർത്തനങ്ങൾ ഓരോ ഘട്ടമായി എങ്ങനെ നടത്തണം എന്നതിനെക്കുറിച്ചുള്ള ആലോചന നടന്നു. അതുമായി ബന്ധപ്പെട്ട് തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോമിനേഷൻ കൊടുക്കുന്ന കാര്യത്തിൽ AICC ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ സമയം അറിയിച്ചിരുന്നു. കാരണം എന്നാണ് എന്നുള്ള ഒരു അനിശ്ചിതാവസ്ഥ ഉണ്ടായിരുന്നു. 28 മുതൽ 4 വരെയുള്ള ദിവസത്തിൽ ഏത് ദിവസമാണ് എന്നുള്ളത് അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ട അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇന്ന് ദിവസം അറിയിച്ചു. ഈ വരുന്ന 3-ാം തീയതി ഏപ്രിൽ 3-ാം തീയതി 12 മണിക്ക് ശ്രീ രാഹുൽ ഗാന്ധി കൽപ്പറ്റ കളക്ടറേറ്റിൽ അദ്ദേഹത്തിൻ്റെ നോമിനേഷൻ നൽകുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെ തീർച്ചയായിട്ടും അദ്ദേഹം കടന്നു വരുമ്പോൾ അദ്ദേഹം അന്നാണ് വരുന്നത്, 3-ാം തീയതിയാണ് വരുന്നത്. അന്ന് തന്നെ റോഡ് ഷോ അതുമായി ബന്ധപ്പെട്ട് UDF നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ വലിയ ജനപങ്കാളിത്തത്തോടു കൂടിയാണ്, അവരുടെയൊക്കെ അകമ്പടിയോട് കൂടിയാണ്, ജനസഞ്ചയത്തെ സാക്ഷി നിർത്തിയാണ് ശ്രീ രാഹുൽ ഗാന്ധി നോമിനേഷൻ ഫയൽ ചെയ്തത്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിനേക്കാളേറെ പ്രസക്തി ഉള്ളതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തവും ജനക്കൂട്ടവും ഉണ്ടായിരിക്കും. ഈ 3-ാം തീയതി കൽപ്പറ്റയിൽ വലിയ ആരവത്തോടും ആവേശത്തോടും കൂടി തന്നെയായിരിക്കും അദ്ദേഹം നോമിനേഷൻ നൽകുക. തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തു. ദേശീയ നേതാക്കളൊക്കെ 10-ാം തീയതിക്ക് ശേഷം എത്തിത്തുടങ്ങും. അതോടൊപ്പം തന്നെ പ്രാദേശികമായിട്ടുള്ള റോഡ് ഷോയും അതുപോലെ തന്നെ പൊതുസമ്മേളനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫൈനൽ ഷെഡ്യൂൾ ആയിട്ടില്ല. ഉടൻ തന്നെ അടുത്ത സിറ്റിങ്ങോടുകൂടി അത് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ അത്തരം നടപടികളിലേക്ക് പോകും. സ്ത്രീ സൗന്ദര്യത്തിന്റെ ഫാഷൻ അഭിരുചികൾക്ക് അനുസൃതമായുള്ള ട്രെൻഡി വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കി ലൈസ. ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായുള്ള ശേഖരം. ലൈസ ലേഡീസ് ആൻഡ് കിഡ്സ്, അങ്ങാടിപ്പൊയിൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ.